അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ, അള്ളാഹുവിൻ്റെ പടപ്പുകൾ മൂന്ന് വിധത്തിലായിരിക്കും ഉണ്ടാവുക. ഒന്ന്, ബുദ്ധി മാത്രം ഉള്ളവരാണ്. അവർക്ക് വികാരം ഇല്ല, വിവേകം മാത്രം. അവര് മലക്കുകളാണ്. വികാരം ഇല്ലാത്തത് കൊണ്ട് തന്നെ വികാരത്തിന് അടിമപ്പെട്ട് ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ അവർക്ക് ഉണ്ടാവില്ല. ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അവർ ചെയ്യുന്നതെല്ലാം അല്ലാഹ് കൽപ്പിച്ചത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു പയ്യന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റായീൽ അലൈഹിസ്സലാം വന്നാൽ ഈ പെനാൽറ്റി ഷൂട്ടൗട്ട് ഞാനും കണ്ടിട്ട് പോയേക്കാം എന്ന് അസ്റായീൽ ചിന്തിക്കൂല. കാരണം അസ്റായീലിന് വികാരമില്ല. ഈ പോകുന്ന പെണ്ണിന് നല്ല സ്റ്റൈലുണ്ടല്ലോ എന്ന് പറഞ്ഞ് മലക്കുകളാരും നോക്കൂല. കാരണം അവർക്ക് അത്തരം ചിന്തയില്ല. വികാരം ഇല്ലാത്തത് കൊണ്ട് തന്നെ വികാരത്തിന് അടിമപ്പെടാത്തവരാണ് മലക്ക്. രണ്ടാമത്തെ വിഭാഗം വികാരം മാത്രം ഉള്ളവരാണ്. അവർക്ക് വിവേകമില്ല. മനുഷ്യേതര ജീവികളാണ് ആ ഗ്രൂപ്പിലുള്ളത്. ഡൊമസ്റ്റിക് ആൻഡ് വൈൽഡ് ആനിമൽസ്. അവർക്ക് വിവേകം ഇല്ല. ഒരുപക്ഷെ ചില ജീവികൾക്ക് മനുഷ്യനേക്കാൾ ചില വിഷയത്തിൽ കഴിവുണ്ടാകും. ആ കഴിവ് വർദ്ധിപ്പിക്കാൻ കഴിയില്ല. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുള്ള കാക്ക, പക്ഷി ഏത് സ്പീഡിലാണോ പറഞ്ഞത് ആ സ്പീഡിന് ഒരു മാറ്റവും ഈ കാലത്തും വന്ദേ ഭാരത് വന്ന കാലത്തും ഉണ്ടാവില്ല. കാരണം അത് ആ ഒരു പുരോഗതിയും ജീവികൾക്ക് വരുത്താൻ പറ്റൂല. അവർ ചിന്തിച്ചിട്ട് എന്തെങ്കിലും പ്രോഗ്രസിലേക്ക് എത്തിച്ചേരാനും കഴിയില്ല. എന്റെ ഔറത്ത് മറ്റു ജീവികൾ മനുഷ്യന്മാര് കാണുമല്ലോ, അതുകൊണ്ട് എന്നൊരു ചിന്തയൊന്നും പശുവിനോ മറ്റേതെങ്കിലും ജീവികൾക്കോ വിസർജിക്കുന്ന സമയത്ത് ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അവർക്ക് വികാരം മാത്രമേ ഉള്ളൂ, വിവേകമില്ല. വിവേകവും വികാരവും ഉള്ളവരാണ്, അള്ളാഹു നൽകിയവരാണ് മനുഷ്യർ. വികാരത്തിന് അടിമപ്പെട്ട് ജീവിച്ചാൽ ഉലൈക കൽ അൻആം, അവർ മൃഗതുല്യരായിരിക്കും. പിന്നെ അള്ളാഹ് തന്നെ പറഞ്ഞു, അല്ല ട്ടോ, അവര് മൃഗങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളും ഇപ്പൊ സമരത്തിലാണ്. മൃഗങ്ങൾ പറയുന്നു നമ്മളെ വഷളാക്കിയിരുന്നു, ഓര് നമ്മളെ പോലെ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ അള്ളാഹു പറയാ, ബൽഹും അളല്, അവർ മൃഗത്തിനേക്കാളും അതപ്പതിച്ചിട്ട് ആരെപ്പോലെ എന്ന് പറയാൻ ഇവനേക്കാൾ മണ്ടനായ ആരും ഇല്ലാത്തതുകൊണ്ട് ആരെപ്പോലെ എന്ന് പറയാനില്ല. അതുകൊണ്ട് തൽക്കാലം അവിടെ നിർത്തി. ബൽഹും അളൽ, അത്ര. അതേ സമയത്ത് വിവേകത്തോടെ ജീവിച്ചാലോ മലക്കളുടെ ഒന്നിച്ച് സ്ഥാനം കിട്ടും സ്വർഗത്തിൽ. അല്ല, ചിലപ്പോൾ സാധാരണക്കാരായ മലക്കുകളെക്കാൾ, അഥവാ മലക്കളുടെ കൂട്ടത്തിൽ ഹൈ ലെവലിലുള്ള മലക്കുകളല്ല, സാധാരണ മലക്കുകളെക്കാൾ ഈ മനുഷ്യന്മാർക്ക് വലിയ സ്ഥാനം ലഭിക്കും. ബുദ്ധിയോടെ നമുക്ക് ജീവിക്കാൻ കഴിയാം. ബുദ്ധി അഥവാ വിവേകം, ശഹവത്ത് അഥവാ വികാരം, ഇത് രണ്ടും അള്ളാഹു മനുഷ്യനിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. വിവേകത്തോടെ ജീവിച്ചാൽ, ബുദ്ധിയോടെ ജീവിച്ചാൽ അയാൾക്ക് മനുഷ്യത്വം ഉണ്ടാവും. വയനാട്ടിലെ സാന്ത്വനം നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യന്മാരെ കാണുന്നുണ്ട്, അവർക്ക് മനുഷ്യത്വം ഉണ്ട്. അതേ സമയത്ത് മനുഷ്യന് വികാരത്തിന് അടിമപ്പെട്ട് ജീവിച്ചാൽ അവൻ മനുഷ്യേതര ജീവിയെ പോലെയാവും, മനുഷ്യത്വം നഷ്ടപ്പെടും. ചാനലുകളിലും നമ്മൾ കാണുന്നുണ്ടല്ലോ, വയനാട്ടിൽ നിന്ന് തന്നെ രണ്ടും കാണാൻ പറ്റും. അറ്റുപോയ കയ്യിൽ നിന്ന്, വിരലിൽ നിന്ന് സ്വർണമോതിരം മോഷ്ടിക്കുന്നവരെയും കാണാൻ പറ്റും, കിട്ടിയ 50 പവൻ തിരിച്ചേൽപ്പിക്കുന്നതും കാണാൻ പറ്റും. മനുഷ്യരെയും നമുക്ക് കാണാം, അല്ലാത്തവരെയും കാണാൻ പറ്റും. നമുക്ക് മനുഷ്യത്വം ഉണ്ടാവും. അതെങ്ങനെ മനുഷ്യത്വം ഉണ്ടാവുക? മനുഷ്യൻ തന്നെ 3 വിധത്തിലാണ്. ഒന്ന് അബ്ദുൽ ഹവ, 2 അബ്ദുൽ ദീനാർ, 3 അബ്ദുള്ള. ആദ്യ 2 വിഭാഗവും പരാജിതരാണ്.
ലോകത്തെ ഏറെക്കുറെ മനുഷ്യരും ആദ്യ രണ്ട് വിഭാഗത്തിൽ പെട്ടവരായിരുന്നു. അവസാനം പറഞ്ഞ അബ്ദുള്ളമാരാണ് സ്വർഗം ലഭിക്കുന്നവർ. ആ അബ്ദുള്ളയാവാനാണ് നമ്മൾ ഓരോരുത്തരും അധ്വാനിക്കേണ്ടത്, പണിയെടുക്കേണ്ടത്. ആരാണ് അബ്ദുൽ ഹവ? എന്താണ് അബ്ദുൽ ദീനാറിന്റെ പ്രശ്നം? അബ്ദുള്ളയാവാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ പ്രഭാഷണത്തിൽ കൊണ്ടുവരുന്ന വിഷയങ്ങൾ. പഠിക്കാൻ, ഉൾക്കൊള്ളാൻ, അതനുസരിച്ച് ജീവിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങൾക്ക് ആമീൻ പറയാനും തൗഫീഖ് ചെയ്യട്ടെ. അത് വലിയൊരു തൗഫീഖ്. അബ്ദുൽ ഹവ എന്ന് പറഞ്ഞാൽ, ഹവ എന്ന് പറഞ്ഞാൽ ഇച്ഛ, ആഗ്രഹം, പൂതി, താല്പര്യം എന്നൊക്കെ അർത്ഥം വെക്കാൻ പറ്റും. മൂപ്പരുടെ മുതലാളി മൂപ്പരുടെ ശരീരം തന്നെയാണ്. ശരീരം എന്താഗ്രഹിക്കുന്നോ അതനുസരിച്ച് മൂപ്പര് ചെയ്യും. ഇപ്പൊ ഉറങ്ങണം എന്ന് വിചാരിച്ചാൽ ഇശാൻസ്കരിച്ചിട്ടില്ലല്ലോ, സുബീന്റെ ശേഷമല്ലേ, ജുമാന്റെ സമയത്താണ് ഉറങ്ങുക, അങ്ങനെയൊന്നും മൂപ്പര് ചിന്തിക്കൂല. ഉറങ്ങണം എന്നാ ഉറങ്ങും, അതിന്റെ അപ്പുറം ഇപ്പുറം. മൂപ്പര് എന്താണോ ആഗ്രഹിക്കണത് ആ മുതലാളി പറയുന്നതിനനുസരിച്ചുള്ള അബ്ദാണ് അബ്ദുൽ ഹവ. എടോ, ആ പെണ്ണ് നിനക്ക് പറ്റൂലടോ, നമുക്ക് പറ്റുന്ന കുടുംബമാണെങ്കിൽ ഒരു വിധത്തിൽ നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരാടോ, അതൊന്നും എനിക്ക് നടക്കൂല. ഞാൻ കണ്ട പെണ്ണ് ഞാൻ കെട്ടിയിരിക്കും. മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. ഐ ആം അബ്ദുൽ ഹവ. ഞാൻ അബ്ദുൽ ഹവയാണ്, ഞാൻ ആഗ്രഹിച്ചത് ചെയ്തിരിക്കും, അതിന്റെ അപ്പുറമില്ല ഇപ്പുറം. ഇതാണ് അബ്ദുൽ ഹവ എന്ന് പറയുന്നത്. അവനവനസത്തിലേക്ക് അവൻ ഒതുങ്ങും. അവനക്ക് ആരും കൺട്രോൾ ചെയ്യുന്ന ഇഷ്ടമല്ല. എന്തുപ്പ, എന്തുമ്മ, എന്ത് ഉസ്താദ്, എന്ത് ഗുരു, ആ ചിന്താഗതിയാ മൂപ്പരിക്ക് ഉണ്ടാവും. അബ്ദുൽ ഹവ. സംസാരിക്കണത് എന്താ അധ്യാപകൻ? അത് പലതരത്തിലുണ്ടാവും. നീ മഹാന്മാരെ നിന്ദിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്ത് മുഹയ്യദ്ദീൻ, അവരല്ലാന്റെ അടിമകൾ, ഞാനല്ലാന്റെ അടിമകൾ. മൂപ്പരുടെ ആഗ്രഹം മാത്രമാണ് മൂപ്പരുടെ ആരാധന. മൂപ്പരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ, അബ്ദുൽ ഹവക്കാരുടെ പ്രശ്നം, ഞാൻ എന്ന ഭാവം മൂപ്പരിക്ക് എപ്പോഴും ഉണ്ടാവും. ഞാൻ എന്ന ഭാവം. മനുഷ്യന്മാര് പൊതുവെ ഈ വിഭാഗത്തിൽ പെടാൻ സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. പൊതുവെ മനുഷ്യന്മാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ പ്രത്യേകത ഉണ്ട് എന്ന് പറയാതെയോ പറഞ്ഞുകൊണ്ടോ പറയാൻ ശ്രമിക്കും. ഈ നാട്ടിലുള്ള ആരും SSLC എഴുതാത്തവരാണെങ്കിൽ എന്റെ 1 മണിക്കൂർ പ്രഭാഷണത്തിനിടയിൽ 5 തവണയെങ്കിലും ഞാൻ എന്ത് പറയും? ഞാൻ SSLC എഴുതുന്ന കാലത്ത് എന്ന ഡയലോഗ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെക്കാൾ പ്രത്യേകത ഉണ്ട്. നിങ്ങൾ എല്ലാരും SSLC എഴുതിയിട്ടുണ്ടെങ്കിൽ എന്റെ സംസാരത്തിൽ ഞാൻ മുമ്പ് +2 സയൻസ് പഠിക്കണ കാലത്ത് എന്ന് പറയും. ഇനി നിങ്ങളെല്ലാരും ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത് മുമ്പ് ഞാൻ PhD ചെയ്യുന്ന കാലം. ഇതൊരു ഭൗതിക വിദ്യാഭ്യാസത്തിൽ മാത്രമൊന്നല്ല കേട്ടോ, എല്ലാ മേഖലയിലും ഉണ്ടാവും. ഞാനിപ്പോ ഇവിടെ തിരൂരോ കോഴിക്കോടോ ട്രെയിൻ ഇറങ്ങി, ഇവിടുത്തെ സംഘാടകർ വന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് എത്തി. അപ്പൊ അവര് എന്നോടൊരു സോറി പറയാ. ഉദാഹരണമാണ്, ഇന്ന് സംഭവിച്ചതല്ല. സർ സോറി, നമ്മള് രാമനാട്ടുകര അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ബ്ലോക്കിൽ കുടുങ്ങിപ്പോയി, കുറച്ച് വൈകിപ്പോയി. സർ കുറച്ച് നേരത്തെ എത്തിയോ, ഡിലേ ആയോ, പ്രയാസായോ? സർ നേരത്തെ എത്തിയോ? നേരത്തെ എത്തിയോ എന്ന ചോദ്യത്തിന് യെസ് ഓർ നോ മറുപടി പറഞ്ഞാൽ മതി. പക്ഷെ എന്റെ സംസാരത്തിൽ എന്തുണ്ടാവും അറിയോ? ഞാൻ 4:30 കോഴിക്കോട് എത്തിയിട്ടുണ്ട്, വന്നേ ഭാരതിലാണ് വന്നത്. അണ്ടകടാഹം വന്നേ ഭാരത് അവിടെ പറയേണ്ട ഒരാവശ്യമില്ല, എന്നാലും അത് പറയൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളെ പോലെ ഏറനാട് പരിശു ലോക്കലൊന്നല്ല എന്റെ യാത്ര, നമ്മൾ വേറെ ലെവല. ഇത് ആത്മീയ രംഗത്തും ഉണ്ടാവും കേട്ടോ. അങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് പെട്ടെന്ന് പറയും ഞാൻ കുറച്ച് മിനിറ്റ് വിളിക്കാം, ഞാൻ ഉസ്താദിന്റെ അടുത്തുള്ളത്. ഏത് ഉസ്താദെന്ന് അവരവരുടെ പൊസിഷൻ അനുസരിച്ച് മനസ്സിലാക്കിയാൽ മതി. ഞാൻ നമ്മൾ നിങ്ങളെ പള്ളിയിൽ ഉസ്താദായിട്ടൊന്നല്ല, നമ്മൾ വേറെ ടീമാണ്.
ഈ അബ്ദുൽ ഹവക്കാറുള്ള ഒരു പ്രശ്നം, ഞാൻ എന്നുള്ളതിനെ ഹൈലൈറ്റ് ചെയ്യാൻ മൂപ്പര് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതാണ് മൂപ്പര് പ്രശ്നം, അബ്ദുൽ ഹവ. രണ്ടാമത് മൂപ്പര് പ്രശ്നം എന്താന്ന് വെച്ചാൽ മൂപ്പർക്ക് തെറ്റ് തിരുത്തി കൊടുക്കുന്നത് ഇഷ്ടാവില്ല. ആരാ എന്റെ കാര്യം നോക്കാൻ? എന്റെ കാര്യം ഞാൻ നോക്കും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്, ഒരാൾക്ക് കിബർ ഉണ്ട് എന്നുള്ളതിന് 4 അടയാളങ്ങൾ ഉണ്ട്. 4 അടയാളങ്ങൾ കാണാം. അബ്ദുൽ ഹവക്കാർക്ക് മാത്രമേ കിബർ ഉണ്ടാവുള്ളൂ. അബ്ദുള്ളക്ക് കിബർ ഉണ്ടാവില്ല. കാരണം മൂപ്പരുടെ മേലെ അള്ള ഉണ്ട് എന്ന് മൂപ്പർക്ക് അറിയാം. അതുകൊണ്ട് എങ്ങനെ കിബർ ഉണ്ടാവുക? ഞാൻ എന്ന് പറയുന്ന സാധനത്തിനെ പൂജിക്കുന്ന ആൾക്ക് കിബർ ഉണ്ടാവുള്ളൂ. ഒന്നാമത്തെ അടയാളം, തെറ്റ് തിരുത്തി കൊടുക്കുന്നത് മൂപ്പർക്ക് ഇഷ്ടാവില്ല. പ്രത്യേകിച്ച് സഹഭാരവാഹികൾ, സമകാലികർ, കീഴ്ഘടകത്തിലുള്ള ആൾക്കാർ തെറ്റ് തിരുത്തി കൊടുത്ത മൂപ്പര് ചൂടാവും. ആരാ പറയാൻ? ആരാ അഭിപ്രായം പറയാൻ? അങ്ങനെ പറയും. യഥാർത്ഥത്തിൽ ഒരാള് നമുക്ക് തെറ്റ് തിരുത്തി തന്നാൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താന്ന് വെച്ചാൽ ജസാക്കല്ലാഹു ഖൈറാ, ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹു മുന്തിയ പ്രതിഫലം തരട്ടെ എന്ന് ദ്വാരം കൊടുക്കേ വേണം. സ്വഹാബിമാരിൽ നിന്ന് ദീൻ പഠിച്ച അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, ഞാൻ ഒരു തവണ ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടി മുറിക്കുമ്പോൾ ഇടതുഭാഗം ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പൊ എന്നോട് ബാർബർ പറഞ്ഞു, വലതുഭാഗത്തോണ്ട് സ്റ്റാർട്ട് ചെയ്യലല്ലേ നല്ലത്, സുന്നത്ത്. ആ ശരിയാണ്, അത് വിട്ടുപോയി. അത്താഴ് തങ്ങൾ എല്ലാരും കണ്ട് പറയും, എനിക്ക് ആ ബാർബറാണ് അത് പഠിപ്പിച്ചത്. കണ്ടോ, മനസ്സിന്റെ ശുദ്ധിയുടെ അടയാളമാണ്. കണ്ടോ, എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് സ്വഹാബിമാരെ കണ്ട് ദീൻ പഠിച്ച ആളാണ്. 40 കൊല്ലം പള്ളിയിൽ ഏറ്റിക്കാഫിരുന്ന മഹാനാ. ആ മഹാൻ കണ്ടോ, ഒരു നന്മ പറഞ്ഞു കൊടുത്ത ആളെ, തെറ്റ് തിരുത്തി തന്ന ആളെ വളരെ ആദരവോടുകൂടിയാണ് പരിചയപ്പെട്ടത്. കിബറിന്റെ രണ്ടാമത്തെ അടയാളം, മൂപ്പർക്ക് എവിടെ പോയാലും മുന്തിയ കസേര വേണം. ഏതെങ്കിലും സ്ഥാപനത്തിന്റെ സമ്മേളനത്തിന് എൻട്രി പാസിന്റെ സ്റ്റിക്കർ കിട്ടിയില്ലെങ്കിൽ അടുത്ത കൊല്ലത്തെ തക്കാഫുലിന്റെ ഫണ്ട് ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട് എന്ന് മലയാളം. മൂപ്പർക്ക് എവിടെയും മുന്തിയ പൊസിഷൻ കിട്ടണം. അത് മൂപ്പരുടെ ഒരു പ്രശ്നം. അത് മൂപ്പരുടെ ഒരു പ്രശ്നം. എവിടെയും മുന്നിൽ കസേര വേണം. സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് എപ്പോഴും മുമ്പിൽ കസേര വേണം, മുമ്പിൽ കസേര വേണം എന്ന് ചിന്തിച്ചാൽ നരകത്തിലെ സീറ്റ് ഉറപ്പിച്ചോട്ടെ. സീറ്റ് കൺഫേം ആണ്, വെയിറ്റിംഗ് ലിസ്റ്റ് അല്ല. അഥവാ അബൂജഹലോ മറ്റോ ഇരുന്നില്ലെങ്കിൽ എണീപ്പിക്കാം, ടിടിആർ വരും നടത്താം. സീറ്റ് ഉറപ്പിച്ചോട്ടെ. എന്താ വർത്താനം നോക്കിയേ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത്തത്, കിബർ ഉണ്ടായി എന്നുള്ളതിന്റെ മൂന്നാമത്തെ അടയാളം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം, പാവപ്പെട്ടവര് ക്ഷണിക്കുന്ന സദ്യക്ക് പോകാൻ മൂപ്പർക്ക് മടിയായിരിക്കും. പണക്കാരുടെ സൽക്കാരത്തിന് മൂപ്പര് എത്ര തിരക്കുണ്ടെങ്കിലും അവിടെ എത്തും. ഏത് പരിപാടിയും ക്യാൻസലാക്കിയിട്ട് അവിടെ എത്തും. പാവപ്പെട്ടവര് ക്ഷണിച്ച മൂപ്പര് പോകും ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ കാര്യം പറയുമ്പോഴും നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നാലാമത്തെ അടയാളം, വീട്ടിലേക്കുള്ള അവശ്യ വസ്തുക്കൾ വാങ്ങിക്കൊടുക്കാൻ അയാൾക്ക് മടിയുണ്ടാവും. അങ്ങാടിയിൽ പോയി വീട്ടിലേക്കുള്ള അവശ്യ വസ്തുക്കൾ വാങ്ങാൻ ചെലവഴിക്കുന്നതിന് മടിയുണ്ടാവുന്നല്ല, അങ്ങാടിയിൽ പോയി വീട്ടിലേക്കുള്ള മത്സ്യം, പച്ചക്കറി, മുളക് പൊടി, ചായപ്പൊടി, മൈദപ്പൊടി, സാമ്പാർ പൊടി ആൻസോ അതൊക്കെ വാങ്ങിക്കൊണ്ടുവരും. മൂപ്പർക്ക് ഒരു മടിയായി. ഞാനല്ലൊരു മുദരിന്റെ നേതാവാകും. അങ്ങനെ മൂപ്പർക്ക് ഒരു നാണക്കേടാണ്. നമ്മുടെ വലിയ ചെറുശോല ഉസ്താദിന്റെ ഒരനുഭവം
മുമ്പ് മാളിയേക്കൽ സുലൈമാൻ സഖാഫി ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അഥവാ ജലീൽ സഖാഫി ഉസ്താദിന്റെ വാപ്പ, അള്ളാഹു അവരുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ആ മഹാന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. അവര് വീട്ടിലേക്കുള്ള അവശ്യ വസ്തുക്കളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുമ്പോ മാളിയേക്കൽ സുലൈമാൻ സഖാഫി ഉസ്താദ് പറഞ്ഞോളൂ, ഞാൻ പിടിക്കും ഉസ്താദേ, ഉസ്താദ് വീട്ടിലേക്ക് സാധനം ഇങ്ങനെ ഏറ്റിക്കൊണ്ടുവരാന്ന്. അത് ഏറ്റിക്കൊണ്ടുവന്ന പ്രശ്നം അതെന്താ കുഴപ്പമുണ്ടോ? എന്നോട് നന്നായി ചൂടായി ഉസ്താദ് പറഞ്ഞു. അതൊരു അഭിമാനമാണ് ശരിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ വീട്ടിലേക്കുള്ളത് അഹ്ലുകാർക്കുള്ള വിറകൊക്കെ അമീറാവുന്ന കാലത്തു തന്നെ തലയിൽ ചുമന്ന് നടക്കുമായിരുന്നു എന്ന് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹുവിന്റെ തംബീഹുൽ മുഖ്തരിനിൽ വായിച്ചു ഓർക്കുന്നുണ്ട്. അപ്പൊ അബ്ദുൽ ഹവക്കാർ ഞാൻ എന്ന ഭാവം ഉള്ള ആൾക്കാരുടെ ദൈവം, അവൻ ആരാധിക്കുന്നത് ശരിക്കവൻ അബ്ദുള്ള എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ പോലും അവനെ തന്നെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കിതാബിൽ പറയണത്, നീ നിന്റെ ഉള്ളിൽ പൂജിച്ചു വെച്ചിരിക്കുന്ന ബിംബത്തെ അടിച്ചു പൊളിച്ചിട്ട് നീ നിന്റെ അടുത്ത് തന്നെ ചെറുതാവണം. ബാക്കിയുള്ള ആള് നിന്നെ വലുതാക്കട്ടെ ചെറുതാവട്ടെ, നീ നിന്നെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുമ്പോ ചെറുതാവണം. ആ പ്രയോഗം നോക്കുങ്ങള്. ബാക്കിയുള്ള ആള് ചിലപ്പോ നിന്നെ നിന്ദിക്കും, നിന്നെ പുകഴ്ത്തും, ഒക്കെ ഉണ്ടാവും. അതൊന്നും നീ മെയിൻറ്റെയിൻ ചെയ്യണ്ട. ഞാൻ എന്ന ബിംബം നിന്റെ ഉള്ളിൽ പൂജിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വാഗതത്തിൽ പേര് പറയാത്തതിൽ എനിക്ക് വിഷമായത്. അതുകൊണ്ട് ആ ബിംബത്തെ അടിച്ചു പൊളിക്കുക. നീ നിന്റെ അടുത്ത് ചെറുതാവുക. കാരണം നമ്മൾ എന്തിനാ ഇപ്പൊ അഹങ്കരിക്കേണ്ട ആവശ്യം? നമ്മളെ വയറ്റിന്റെ ഉള്ളിൽ മൊത്തം കാഷ്ടാണ്, മൂത്രമാണ്, രക്താണ്, കഫാണ്, ജലാണ്. ഒന്നും കാര്യമായിട്ട് എടുക്കാനും പിടിക്കാൻ പറ്റിയത് അതിലൊന്നുമില്ല. പിന്നെന്തിനാ ഇപ്പൊ അഹങ്കരിക്കുക? ജനിക്കുന്നതിന് മുമ്പ് ബീജത്തുള്ളിയാണ്, മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡി ദുർഗന്ധമുള്ളതാണ്. ജീവിക്കുന്ന കാലത്തുള്ള അവസ്ഥയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പിന്നെന്തിനാ ഇപ്പൊ അഹങ്കരിക്കുക? അബ്ദുൽ ഹവക്കാരിക്കുള്ള അടുത്ത പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, അവർക്കുള്ള അടുത്ത പ്രശ്നം മൂപ്പർക്ക് കുറെ ന്യായീകരണങ്ങൾ ഉണ്ടാവും. കുറെ ന്യായീകരണങ്ങൾ എന്ത് ചെയ്താലും മൂപ്പർക്ക് ഒരു മസലയും ന്യായീകരണം ഉണ്ടോ? അബ്ദുള്ള എന്ന ഭാഗം വിശദീകരിക്കുമ്പോൾ നമുക്കിതിനെ വിശദമായി ചർച്ച ചെയ്യാം. അബ്ദുൽ ഹവക്കാരുടെ ജീവിതത്തിൽ നിന്ന് മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ദുർഗുണങ്ങളായിരിക്കും അവർക്കുണ്ടാവുക. ഏതെങ്കിലും ഒരു ജീവിയുടെ, അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഉദാഹരണം, നേരത്തെ നമ്മൾ കവിത പാടിയല്ലോ, പക്ഷികളിൽ നിന്നുള്ള 4 പക്ഷികളുടെ സ്വഭാവം നിങ്ങൾ ഒഴിവാക്കണം. ഏതാണ് 4 പക്ഷികൾ? ഒന്ന് നമ്മുടെ മയില്. നമ്മുടെ മയില് എന്ന് പറയാൻ കാരണം ദേശീയ പക്ഷി. 2 ദീക്ക്, പൂവൻകോഴി. 3 ഉറാബ്, കാക്ക, CROW. 4 പരുന്ത്. ഈ 4 ജീവികളിൽ ഓരോന്നിലും 4 വൃത്തികെട്ട സ്വഭാവമുണ്ട്. ഏതൊക്കെയാത്? വിശദീകരിക്കാം. ഈ 4 സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? ഈ പറഞ്ഞ സ്വഭാവങ്ങളെല്ലാം കള്ളന്മാരുടെ സ്വഭാവം. ഏതാണ് ഈ 4 പ്രശ്നം? ഒന്നാമത്തത് താഊസ്, മയില്, പീകോക്ക്. അതിന്റെ പ്രശ്നം എന്താ? കിബർ. പീലി വിടർത്തിയാൽ ഞാൻ എന്ന ഭാവം മൂപ്പർക്ക് ഒരു 2 ആട്ടത്തിലുണ്ടോ? പുതിയ ഫോണ് മൂപ്പര് ഇറക്കിയാല് സുജൂദിൽ 2-3 തൊട്ട് അവിടെ വെച്ചോണ്ടിരിക്കും. മൂപ്പരാറ്റൊരു പുതിയ വാച്ച് കെട്ടിയില്ലെങ്കിൽ ഈ കൈ ഇങ്ങനെ പൊന്നിച്ചോണ്ടിരിക്കുകയും ചെയ്യും. ഈ കൈ കൊണ്ടേ ചൊറിയും. മൂപ്പര് വേറെ മോതിരാറ്റം പുതിയ കിട്ടണമെങ്കിൽ ഈ വിരല് വേറെ തന്നെ ആയിരിക്കും. ഒന്നിച്ചൊന്നും ഉണ്ടാവില്ല. ഇതൊരു വേറെ തന്നെ ഒരു കളിയായിരിക്കും.
പുതിയ വേഷം, പുതിയ ഭാവം, പുതിയ വണ്ടി, പുതിയ മോതിരം, പുതിയ വാച്ച്, പുതിയ ചെരുപ്പ്, പുതിയ തലീക്കെട്ട്, പുതിയ ഡ്രസ്സ്, ഇതൊന്നും ധരിക്കുന്നതിൽ ഇസ്ലാം തെറ്റില്ല എന്ന് മാത്രമല്ല, നല്ല കാര്യമാണ്. വൃത്തിയിൽ നടക്കണം. പക്ഷേ വേറൊരാളെ നിന്ദിക്കുന്ന അർത്ഥത്തിൽ നമ്മൾ പെരുമാറാൻ പാടില്ല. മനുഷ്യൻ എപ്പോഴും ദുനിയാവിൽ ചെറുതാവണം എന്നല്ലേ. വലിയ വീട് അധികം നോക്കാതിരിക്കൽ തന്നെ സുന്നത്താ സൂഫിയാക്കളെ ഭാഷയിൽ. അതിന്റെ ഇന്റീരിയർ എങ്ങനെ, ഇത്ര സ്ക്വയർ ഫീറ്റ്, കാരണം നമുക്ക് അതിനോട് ഇങ്ങനെ പൂതി വന്നു, ഇങ്ങനെ പൂതി വരും. മയിലിനുള്ള പ്രശ്നം അതാണ്, ഒരു കിബറനാണ്. എനിക്കാണ് ഭയങ്കര സൗന്ദര്യം, അതുകൊണ്ടാണ് മാല പർദ്ദന്റെ പുറത്തുവിടും. ഈ മാല കൊണ്ട് കാണിക്കണമല്ലോ. ഈ നാട്ടിലെ സ്ത്രീകളെ കുറിച്ചല്ല പറയണത് കേട്ടോ, അങ്ങനെ വിചാരിക്കുക. രണ്ടാമത്തേത് ദീക്ക്, പൂവൻകോഴി. പൂവൻകോഴിക്ക് എന്താ പ്രശ്നം? ശഹുവത്താണ്, അമിതമായ ലൈംഗികദാഹം. പൊതുവെ ഓരോരുത്തരിൽ ഉണ്ടാകുന്ന താല്പര്യം ഉണ്ടാവും, പക്ഷെ ഇതൊരു അമിതമായ ലൈംഗികദാഹമായിരിക്കും. നന്നായിട്ട് ഒരു പിടക്കോഴിയെ ആസ്വദിച്ചിട്ടുണ്ടാവും ഈ പൂവൻകോഴി, എന്നാലും വേറൊരു പിടക്കോഴി പോകുമ്പോ ഒന്ന് കൊത്തിയിട്ടേ പോകും. ഭാര്യയൊക്കെ ഉണ്ടാവും, എന്നാലും ഭാര്യന്റെ അനിയത്തിനെ നോക്കൂ. ഇത് ഒരു തരം പൊട്ടനാണ്. ഭാര്യന്റെ ഏട്ടത്തിന് നോക്കുക, ഏട്ടന്റെ അനിയന്റെ ഭാര്യനെ നോക്കുക, +2 പെൺപിള്ളേർ നോക്കുക. ഇതിങ്ങനെ ഒരു തരം എന്തിപ്പോ അവനെ പറ്റി പറയേണ്ടതും വാക്കുകളിൽ. എത്ര വയറ് നിറച്ച് തിന്നാലും കാക്ക ഒന്ന് പറന്നു പോകുമ്പോ ഒരു എലി ചത്തത് കണ്ടിനെങ്കിൽ ഒന്ന് കൊത്തിയിട്ടേ പോകും. ബിരിയാണി, മന്തി, പൊറോട്ട, ചപ്പാത്തി, നൂൽപുട്ട് എല്ലാം തിന്നു കഴിഞ്ഞിട്ട് എന്ന് ആമ്പൊക്കെ ഇട്ട് കഴിഞ്ഞാലും ചോദിക്കും പുഡിംഗ് ഒന്നുമില്ല, പുഡിംഗ് കഴിഞ്ഞാലും ഐസ്ക്രീം പോലത്തെ എന്തെങ്കിലും ഉണ്ടോ? നിർബന്ധിച്ചോണ്ട് ഞാൻ തിന്ന കുറച്ചെടുത്തോളി. ഇങ്ങനെ തീറ്റപ്പണ്ടാരങ്ങളായി ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവരെ മനുഷ്യന്മാരെന്ന് പറയാൻ പറ്റുമോ ചോദിക്കണത്. നമ്മൾ അങ്ങനെയാണോ നമ്മൾ ആലോചിക്കണം. അതിനാണ് ഈ വേദി. നാലാമത്തത് നസ്ർ, പരുന്ത്, ഈഗിൾ. ഈ പരുന്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാനാണ് മുകളിൽ എന്ന ചിന്ത ഉപ്പർക്കുണ്ടാവും. ഞാനാണ് മുകളിൽ എന്ന ചിന്ത ഉണ്ട്. അതാണ് ഉജ്ബ്, ഉൾനാട്ടി. എന്നോട് ഉപദേശിക്കാൻ ഒരാരാ? എന്റെ മേലെ ആരാ ഉള്ളത്? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടല്ലേ ശരിക്ക് നമ്മുടെ മശായിഖ്മാരുടെ മുമ്പിൽ നിന്ന് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു തന്റെ ആദാബുൽ മുരീദിൽ പറയുന്നുണ്ട്, വലിയ വലിയ ആലിമീങ്ങളുടെ മുമ്പിൽ നിന്ന് നമ്മൾ ഭയങ്കര മസല പറയാനോ ഭയങ്കരമായിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല. ഈ പുതിയ ഇറങ്ങുന്ന കുട്ടികൾക്ക് അങ്ങനെ വരാറുണ്ടോ എന്നൊരു പേടിയുണ്ട്. വലിയ ആലിമീങ്ങളോട് ഭയങ്കര ടെർമിനോളജി ഒക്കെ പറഞ്ഞിട്ട് അവരെ കീഴ്പ്പെടുത്തുന്ന സംസാരം നമുക്ക് ഉണ്ടാവരുത്. അങ്ങനെയൊന്നും നമ്മൾ സംസാരിക്കരുത്. നല്ല അദബുണ്ടാവും. അദബ് വളരെ പ്രധാനമാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങളാണോ വലുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത്? പ്രയോഗത്തിൽ വലുത് എന്നുള്ളത് കൊണ്ട് തന്നെ അബ്ബാസ് അങ്ങക്ക് മനസ്സിലായിട്ടുണ്ട് പ്രായം കൊണ്ട്, വയസ്സുകൊണ്ട് ആര് വലുത് എന്നാണ് ചോദ്യം. ഉറപ്പല്ലേ അബ്ബാസ് റളിയല്ലാഹു അല്ലേ വലുത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പന്റെ സഹോദരനല്ലേ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഈ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് വലുത്, പ്രായം കൊണ്ട് വലുത് ഒരെന്നെ. പക്ഷെ വലുത് എന്ന പ്രയോഗം ഉള്ളത് കൊണ്ട് തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രയോഗിച്ച പ്രയോഗം കണ്ടോ? നിങ്ങളാണോ വലുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത്? മറുപടി, ഹുവ അക്ബറു മിന്നി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നേക്കാൾ വലുത്. വഉലിതു ഖബലഹു, ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പ് ജനിച്ചെന്നേ ഉള്ളൂ, അത് നോക്കണ്ടാന്ന്. യെസ്, ഇതാണ് മനുഷ്യൻ. ഇന്ന തസവ്വുഫു കുല്ലഹു ലഹു വൽ അദബ്. ഈ സഖാഫി നിങ്ങളെ കൂടെ പഠിച്ചതാ? എന്റെ കുറേ ജൂനിയറാണ്. എന്താ മദ് ലാസിം അല്ലേ? എന്താ ആ കുറെ കൊണ്ട് നീട്ടിയത് കൊണ്ട് കാര്യം എന്താ സംഭവിച്ചത്? എന്താ നമുക്ക് ഉണ്ടായത്? എന്താ നമുക്ക് ഉണ്ടായത്? അതുകൊണ്ട് എന്താ ഇപ്പൊ സംഭവിച്ചത്? അബ്ദുൽ ഹവക്കാരപരിതം. ഒരു ഘട്ടത്തിൽ പോലും ഞാൻ എന്നുള്ളതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന സംസാരമോ ഇടപെടലോ നമുക്കുണ്ടാവരുത്. സുബ്ഹാനല്ലാഹ്. ഇനി ശേഷമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈ വിഷയം വെളിച്ചം കിട്ടും. അബ്ദുൽ ഹവക്കാരവൻ. ഇനിയും നമ്മൾ ഇതിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കും. വിഷയത്തിന്റെ പൂർത്തീകരണത്തിന് കുറച്ച് വേഗത ഉണ്ടാക്കുകയാണ്. രണ്ടാമത്തത് അബ്ദുദ്ദീനാറാണ്, പണത്തിന്റെ അടിമ. പണം എന്താണോ
മൂപ്പരോട് പറയണത് അതിനനുസരിച്ച് മൂപ്പര് ചെയ്യും. ബന്ധം തെറ്റിക്കണമെങ്കിൽ തെറ്റിക്കും, കപട ബന്ധം ഉണ്ടാക്കുകയും ചെയ്യും. ദീനാർ എന്ന് പണത്തിന് പേര് വരാനുള്ള കാരണം അതുകൊണ്ട് ദീനും വാങ്ങാൻ പറ്റും, നാർ നരകവും വാങ്ങാൻ പറ്റും. സെറ്റിംഗ്സിൽ 2 ഓപ്ഷൻ ഉണ്ട്, ഏതും ക്ലിക്ക് ചെയ്യാം. പണം കൊണ്ട് ദീൻ വാങ്ങാം, പണം കൊണ്ട് നാർ നരകവും വാങ്ങാം. അതാണ് ദീൻ നാർ. അത് മേജ് ചെയ്തിട്ടാണ് ദീനാർ എന്ന പദം വന്നത്. പണത്തിന്റെ അടിമകൾ എന്താ അവരുടെ പ്രശ്നം? അവരെ പേര് റിയാസ്, കമാല്, ജമാൽ എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അവര് ഒറിജിനൽ ഒരു അബ്ദുദ്ദീനാർ. പണത്തിനു വേണ്ടി എന്ത് പൊട്ടത്തിനും ചെയ്യും. എന്ത് വിചാരത്തിൽ മൂപ്പർക്ക് ഉണ്ടാവുക പണമായിരിക്കും. അവിടെ പോയാൽ എത്ര പൈസ കിട്ടും, ഇവിടെ പോയാൽ എത്ര കിട്ടും, അവിടെ ഞാൻ പോണില്ല, അവിടെ പണം കുറവാണ്. അതിനെ എന്തിനധികം വെച്ചാൽ ജ്യേഷ്ഠ മൂപ്പരോട് പറഞ്ഞിട്ടുണ്ടാവും, നീ ഒരു സ്ഥലം കച്ചവടമാക്കിയ മോനെ, എനിക്ക് ഗൾഫിലൊന്നും നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ലീവൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രമേ എനിക്ക് ആ മേഖലയിൽ വലിയ പിടിപാടില്ല. ആ ഘട്ടത്തിൽ പോലും ആരോടാണോ കച്ചവടം നടത്തുന്നത്, ഭൂമി കച്ചവടം നടത്തുന്നത്, അയാളോട് പറയും, നിങ്ങള് പൈസ ഡയറക്റ്റ് ജ്യേഷ്ഠനോട് പറഞ്ഞു. ഞാൻ പിന്നെ ജ്യേഷ്ഠനോട് നേരിട്ട് പറയുമ്പോൾ കിട്ടുന്ന ലാഭം ജ്യേഷ്ഠനോട് എങ്ങനെ ലാഭം എടുക്കല്? ലാഭം എടുക്കുന്നില്ല എന്നല്ല, ഡയറക്റ്റ് വാങ്ങുന്നില്ല. ഈ ഹയവാന്റെ ചിന്തകൾ കണ്ടോ? ഒരു 500 റുപ്യ ലാഭം കിട്ടാനാണ് ബന്ധത്തിൽ പോലും മൂപ്പര് തുരങ്കം വെക്കണം. നിങ്ങൾ ചിന്തിച്ചു, എവിടെയും പൈസ കിട്ടണം മൂപ്പർക്ക്. മൂപ്പരുടെ മെയിൻ പ്രശ്നം എന്തായിരിക്കും എന്ന് വെച്ചാൽ പിശുക്കായിരിക്കും. കിതാബിൽ കാണും പിശുക്ക്. മൂപ്പര് എടാ ആ ഉസ്താദിനെ ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടും. റെയിൽവേയിൽ ഞാൻ കാറിൽ കൊണ്ടുവിടുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങി 120 രൂപന്റെ എണ്ണ എന്താ അറിയില്ല, ചെറിയ നാട്ടുവേദന നിന്റെ കാറ് കൊടുക്കും. റെയിൽവേയിൽ എത്തോന്ന് അറിയില്ല, എണ്ണ കുറവാണ്. ഇവര് ഒരു പിശുക്കനാണ്. എടോ നീ ഒരു 2 കിലോ ആപ്പിൾ വാങ്ങണേന്ന് പെങ്ങൾ ഇത്താത്ത പറഞ്ഞു. എന്തിനാ? ഫ്രൂട്ട് സലാഡ് ആക്കാനാണ്. ഇത്താത്തയാണെങ്കിൽ ഒരു കണ്ണിങ്ങുള്ള ആളാ. 2 കിലോ എത്ര കുറവുണ്ടെങ്കിലും പിടിക്കുമോ? അതുകൊണ്ട് ഒരു ആപ്പിൾ വാങ്ങാൻ കയറും. അപ്പോ കടക്കാരൻ ഇബ്രാഹിം പറഞ്ഞു, 2,100 ഉണ്ടല്ലോ മോനെ, എടുക്കണോ? വേണ്ട വേണ്ട, കറക്റ്റ് എടുത്താൽ മതി. ഈ ആപ്പിൾ എടുത്താ 1,900 ആ പ്രശ്നമില്ല, 100 ഗ്രാം ഒഴിവായാൽ 18 രൂപ കിട്ടും. ഇവനെന്തപ്പ പറയേണ്ടത്? മലയാളത്തിൽ പദമില്ല കേട്ടോ, വാക്യങ്ങൾ ഊഹിച്ചെടുക്കട്ടോ. എന്തപ്പ പറയണ്ടേ? ഒരു തരം പിശുക്കനാണ്. പിശുക്ക് എന്ന് പറഞ്ഞ പിശുക്കായി. നമുക്കും സ്വതക്കൊക്കെ ഉണ്ടാവും. ആ സ്വതക്കയിലും പ്രശ്നങ്ങളില്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് ഈ പരിപാടിയുടെ ലാസ്റ്റ് ഈ സാഹിത്യോത്സവത്തിന് വേണ്ടി ഒരു 500 രൂപ തരാൻ പറ്റുന്ന ഒരു 20 ആള് കൈവക്കും എന്ന് പറഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടുന്ന് വേഗം ഒരു 20 ആള് കൈവക്കും. ഓക്കെ, ശരി, നിങ്ങൾ നല്ലതാണ്. അതേസമയത്ത് വയലിന്റെ ഇടയിൽ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ബക്കറ്റ് വരുന്നുണ്ട്. ഏതെങ്കിലും ആ 20-ൽ നിന്ന് ഒരു മനുഷ്യൻ ആ ബക്കറ്റിൽ 500 ഇടോ? ഇല്ല. എന്തുകൊണ്ട്? ബക്കറ്റിൽ 500 ഇട്ടാല് എന്താ പറയുക, 500 എല്ലാം ഒരു മനുഷ്യന് ഒരു കൈവക്കണ്ടേ? ചരിത്രത്തിൽ സംഭവിക്കും. നമ്മളെ ബക്കറ്റിൽ ഒരു 500 ഇടല്. അതെന്താ സംഭവിക്കാത്ത? ബക്കറ്റിനായിട്ട് കണ്ടുപിടിച്ച നോട്ടന്റെ 10 രൂപയോ 500 ആയിട്ട് ഇട്ടിട്ട് ബക്കറ്റിന്റെ താഴ്ഭാഗം പൊട്ടി വീണാലും അല്ലേ? നമ്മുടെ സ്വതക്കയും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, വേറൊരാൾക്ക് വേണ്ടിയാവും, അള്ളാഹുവിന് വേണ്ടിയാവും.